നമസ്കാരം, തത്വമൈ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കർഷക മോർച്ച ബി.ജെ.പിയുടെ കർഷക മോർച്ച ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻറ്റും ബി.ജെ.പിയുടെ സംസ്ഥാന വക്താവുമായ അഡ്വക്കേറ്റ് ജെ ജയസൂര്യൻ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയമാണ് ബി.ജെ.പിക്ക് ഉണ്ടായത്. 3 സീറ്റ് ബി.ജെ.പിക്ക് ഇത്തവണ കിട്ടി. നമുക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നിരട്ടി സീറ്റ് വർധനവാണ് ഈ വർഷം ബി.ജെ.പിക്ക് ഉണ്ടായത്. ഏറെ സന്തോഷകരമായ ഒരു കാര്യം. എന്തു തോന്നുന്നു സാർ ഈ ഒരു വലിയ വിജയത്തിൽ? കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടന മാറ്റുന്ന ഒരു വിജയമാണ് ഇത്. ബി.ജെ.പി ഇന്ന് ചേർന്ന നേതൃയോഗവും അങ്ങനെ തന്നെയാണ് വിലയിരുത്തിയത്. അതായത് ഇനി മുതൽ കേരളത്തിൽ ഈ ബൈപോളർ സിസ്റ്റം ഇല്ല. അതായത് ഇടതു മുന്നണി അല്ലെങ്കിൽ വലതു മുന്നണി എന്നുള്ള സിസ്റ്റം ഇല്ല. മാത്രമല്ല, ഇവർ 2 മുന്നണികളും ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളുമാണ്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊക്കെ പറയുന്നത് കേവലം തമാശയാണ്. കേരളത്തിൻ്റെ അതിർത്തി വിട്ടാൽ ഇതൊരു മുന്നണിയാണല്ലോ. പക്ഷേ ഇനി മുതൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിനുള്ളിലും അതിനുള്ളൊരു അജണ്ട ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ മഞ്ചേശ്വരത്ത് തീർച്ചയായിട്ടും അതായത് ബി.ജെ.പി ജയിക്കേണ്ട സീറ്റുകൾ ഏറ്റവും കുറഞ്ഞാൽ ഒരു 15 സീറ്റുകളാണ്. ഈ 15 സീറ്റിൽ നിന്ന് ബി.ജെ.പിയെ 3 സീറ്റിലായാൻ കാരണം ഈ പറഞ്ഞ 2 മുന്നണിയും ഒന്നായതാണ്. അവർ പരസ്യമായിട്ട് പറയുകയും ചെയ്തു, ബി.ജെ.പി ജയിക്കുമെന്ന് കാണുന്നിടത്ത് ഞങ്ങൾ ഒന്നിക്കും എന്ന് നേരത്തെ തന്നെ 2 കൂട്ടരും പറഞ്ഞിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ അതിർത്തിക്ക് അകത്ത് വരുമ്പോൾ 2ആയിട്ട് അഭിനയിക്കുകയും പുറത്ത് 1ആയിട്ട് ജീവിക്കുകയും ചെയ്യുന്ന മുന്നണി, ആ മുന്നണി ഇനി ഇവിടെ പൊളിച്ചു കാണിക്കപ്പെടും, തുറന്നു കാണിക്കപ്പെടും. അതായത് തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രതിപക്ഷം നിയമസഭയ്ക്ക് അകത്തുമുണ്ടാകും, പുറത്തുമുണ്ടാകും. രാജ്യസുരക്ഷ ബാധിക്കുന്ന CA പോലുള്ള ബില്ലുകളുടെ കാര്യത്തിലൊക്കെ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അത്തരം ഒരു പ്രമേയം പാസ്സാക്കലിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിക്കാൻ ഇനി ബി.ജെ.പിക്ക് ശക്തിയുക്തം സാധിക്കും എന്ന് തോന്നുന്നില്ലേ? എതിരെ പ്രവർത്തിക്കുമെന്ന് മാത്രമല്ല, എന്തുകൊണ്ട് എന്നുള്ള കാര്യം വിശദീകരിക്കപ്പെടുകയും ചെയ്യും. അതായത് നിയമസഭയ്ക്കുള്ളിൽ ഈ പറഞ്ഞ ദേശവിരുദ്ധമായ നിലപാടുകൾ എതിർക്കപ്പെടുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഇതിനു മുമ്പ് മദനിയുടെ കാര്യത്തിൽ മദനിക്ക് ജാമ്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇടത് വലത് മുന്നണികൾ 140 പേരും ഒന്നിച്ച് പ്രമേയം പാസ്സാക്കേണ്ടായി. CIA പോലെയുള്ള ദേശസുരക്ഷയുടെ കാര്യത്തിൽ പ്രമേയം പാസ്സാക്കേണ്ടായി. ഇങ്ങനെ പ്രമേയം പാസ്സാക്കുമ്പോഴൊക്കെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവരൊന്നിച്ച് നിന്ന് പ്രമേയം പാസ്സാക്കിയിട്ടേയില്ല. ഇവർ പ്രമേയം പാസ്സാകുന്നത് ഭീകരവാദികൾക്ക് വേണ്ടി, തീവ്രവാദികൾക്ക് വേണ്ടി, വിദേശത്തുള്ളവർക്ക് വേണ്ടി, സദാം ഹുസൈന് വേണ്ടി, ഇവർക്കൊക്കെയാണ് പ്രമേയം. അപ്പോൾ ശരിക്കും അത് ചോദ്യം ചെയ്യപ്പെടുകയും അത് നിയമസഭയ്ക്കകത്ത് തന്നെ വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇനിയുണ്ടാവും. ഇത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2047 ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് 2047 ഇന്ത്യ പിടിക്കുക, SDP ഒക്കെ അജണ്ട എന്ന് പറയുന്നത് 2047 ഇന്ത്യ പിടിക്കുക എന്നതാണ്. അവർ തെരഞ്ഞെടുപ്പ് വഴിയല്ല വിജയിക്കാൻ സാധ്യത എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഇതിനൊരു പ്രാഥമിക ഘട്ടമായിട്ട് ഒരു ടെസ്റ്റ് ഡോസായിട്ടുള്ള ഒരു നിലയിലാണ് ഇതിലിപ്പോൾ പല നീക്കങ്ങളും കാണുന്നത്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗുമായിട്ട് കൂടിയാലോചന, മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ തന്നെ കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവിനെ മാറ്റി നിർത്തിയിട്ട് 2ാം നിര നേതാക്കൾപ്പെട്ട, അതായത് അതിനുശേഷം വന്ന നേതാവായിട്ടുള്ള PD സതീശനെ തിരഞ്ഞെടുത്തത് എന്ന ഒരു അഭിപ്രായമുണ്ട്. അത് പൊതുവിൽ ജനകീയ വികാരം മാനിച്ചല്ല, മറിച്ച് ജനകീയ വികാരത്തിനപ്പുറം ലീഗിൻ്റെ വികാരം മാനിച്ചാണ് ഇത് കേരളത്തെ മറ്റൊരു തരത്തിലേക്ക്, നേരത്തെ 5ാം മന്ത്രി വിവാദം ഉണ്ടായപ്പോൾ പോലും ഉണ്ടാകാത്ത തരത്തിൽ ലീഗിൻ്റെ പിടി കോൺഗ്രസിനകത്ത് മുറുക്കപ്പെടുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ നമുക്ക് വരുന്നുണ്ട്. അതിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇപ്പോൾ മന്ത്രിമാരെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ലീഗ് എന്താണ് എന്ന് 2 കൂട്ടർ പറയുന്നത് നമ്മൾ കേട്ടു. അതായത് ലീഗ് എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയാണ്, ലീഗ് എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറയുന്ന കോൺഗ്രസ്. പക്ഷേ ലീഗിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള KM ഷാജി, ഇപ്പോൾ മന്ത്രിയാകാൻ പോകുന്ന ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറയപ്പെടുന്ന KM ഷാജി, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ കൂടെ ലീഗ്, മുസ്ലിം ലീഗ് എന്ന് തന്നെയാണ് പേര്. അതിന് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നൊക്കെ പേര് പറഞ്ഞ് ഞങ്ങൾ ഒളിച്ചു കടത്തുന്നൊന്നുമില്ല. ഞങ്ങൾ കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നു, നേരിട്ട് പറയുന്നു, തുറന്നു പറയുന്നു. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ മടിയില്ല. അതും അദ്ദേഹം പറയുകയാണ്, കാരണം ഞങ്ങൾ നിലനിൽക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ്. ഞങ്ങൾ നിൽക്കുന്നത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ്. സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആവർത്തിച്ച് ഇദ്ദേഹം ഇത് പറയുകയാണ്. ഇതിനെ ഒരു കോൺഗ്രസ്സുകാരും എതിർത്തിട്ടില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരും എതിർത്തിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക ഭരണം കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന് പിന്തുണ കൊടുക്കുന്ന ഒരു ഘടകകക്ഷിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. വി.ഡി. സതീശനെ അവർ തിരഞ്ഞെടുത്തതാണ്.
നമുക്കറിയാമല്ലോ ഇവിടെ 52 MLA-മാരുടെ പിന്തുണ ഉണ്ടായിരുന്നത് KC വേണുഗോപാലിനാണ്. ഇനി സീനിയോറിറ്റി വെച്ചാണെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കാവുന്നത് രമേശ് ചെന്നിത്തലയാണ്. ഇതൊന്നുമല്ല, കൃത്യമായിട്ടും ഹിന്ദു സമുദായ സംഘടനകളെ തുറന്നെതിർക്കുകയും സംഘടനാ നേതാക്കന്മാരെ പരമപുച്ഛത്തോടെ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് കോൺഗ്രസിനായിരുന്നില്ല നിർബന്ധം, അല്ലെങ്കിൽ ഹൈക്കമാൻഡിനായിരുന്നില്ല നിർബന്ധം മുഴുവൻ മുസ്ലിം ലീഗിനായിരുന്നു. അപ്പം മുസ്ലിം ലീഗ് അവസാനം അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ തീരുമാനിക്കുന്നത് VD സതീശനെയാണ്. അത്തരത്തിൽ പുറത്തു പറയാത്ത വാചകങ്ങളാണോ മൂവാറ്റുപുഴയിലെ ഒരു സമരത്തിലൂടെ അവർ കാണിച്ചത്, മൂവാറ്റുപുഴയുടെ ഒരു പ്രകടനത്തിലൂടെ അവർ കാണിച്ചത്? തൊടുപുഴയിൽ മാത്രമല്ല, തൊടുപുഴയിലെ പ്രകടനത്തിന് ശേഷം യൂത്ത് ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ പറയുകയുണ്ടായി, ഇത് ഞങ്ങളുടെ നയമല്ല, ഞങ്ങൾ ആ ജില്ലാ കമ്മിറ്റിയെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചു ശരിയാണല്ലോ, ഇവർ മാന്യന്മാരാണല്ലോ, കൊള്ളാമല്ലോ, ഇങ്ങനെയൊക്കെയല്ലേ പറയേണ്ടതെന്ന് ഓർത്തു. അങ്ങനെ അവർ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വയനാട്ടിലെ വെള്ളമുണ്ടയിൽ അതിനേക്കാൾ ഭീകരമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ കോലവും കൂടെ കത്തിച്ചു. ഇവിടെ മുദ്രാവാക്യം വിളിച്ചേ ഉള്ളൂ, തൊടുപുഴ മുദ്രാവാക്യം വിളിച്ചു, എന്നിട്ട് ഞങ്ങൾ പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം വെള്ളമുണ്ടയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കോലവും കൂടെ കത്തിച്ചു. ഒരു ആരെയും പിടിച്ചു വിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഇപ്പോൾ ഉണ്ടായ സംഭവമൊന്നുമല്ല, 15 വർഷം മുമ്പ് ഇത് നടന്നിട്ടുണ്ട്. 15 വർഷം മുമ്പ് ലീഗിന് 5ാം മന്ത്രി സ്ഥാനം കൊടുത്തതിനെതിരെ അത് കടന്ന കൈയായിപ്പോയി എന്ന് പറഞ്ഞ NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ അന്നത്തെ യൂത്ത് ലീഗുകാർ ഇവിടെ പെരുന്നയിൽ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. 5ാം മന്ത്രിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപോയി പടക്കം പൊട്ടിച്ചു. ഇതൊക്കെ നടന്ന സംഭവമാണ്. അതൊക്കെ പ്രബുദ്ധ കേരളം 10-15 കൊല്ലമായില്ലേ, മറന്നുപോയി കാണും. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ ഇതിനൊക്കെ പിന്തുണ കൊടുക്കുന്ന ആൾക്കാരെ മുഖ്യമന്ത്രി തന്നെ ന്യായീകരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയല്ല, അത് ജനാധിപത്യ പാർട്ടിയാണ് എന്ന് VD സതീശൻ പറഞ്ഞു. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ലോകത്തെല്ലായിടത്തും ഒരേ നയമാണ്, ഇപ്പം ഞങ്ങളാണ് ബംഗ്ലാദേശ് ഭരിക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഇവിടെ മുസ്ലിം ലീഗിൻ്റെ MLA-മാർ തിരഞ്ഞെടുത്തപ്പോൾ അവർക്ക് ആശംസ അർപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവർ രണ്ടും ഒന്നാണെന്നുള്ള ഉറപ്പായി. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളല്ല, ഞങ്ങൾ മതാധിപത്യ വിശ്വാസികളാണ്. അതായത് ഖുറാൻ്റെ നിയമം അനുസരിച്ച്, ശരിയ നിയമം അനുസരിച്ച് ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വരിക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ്, അല്ലാതെ ഞങ്ങൾ മതേതരോ ജനാധിപത്യമോ ഒന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യപരമാണ്, മതേതരമാണെന്ന് നിർബന്ധിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് VD സതീശനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിനെ വെള്ളപൂശി, ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശി, ഇസ്ലാമിക് സ്റ്റേറ്റിനെ കേരളത്തിൽ പ്രായോഗികമാക്കി നടപ്പാക്കാൻ വേണ്ടിയുള്ള പിന്തുണയാണ് VD സതീശൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ മന്ത്രിസ്ഥാനങ്ങളെല്ലാം, ഈ ഭരണപരമായിട്ടുള്ള പങ്കുവയ്ക്കലെല്ലാം എന്നുള്ളത് വ്യക്തമാണ്. കാലങ്ങൾക്ക് മുന്നേ രമേശ് ചെന്നിത്തല കോഴിക്കോട് ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിൽ പറയുന്നത് ഇതാണ്: കോൺഗ്രസിൻ്റെ ആചാര്യന്മാർ, അദ്ദേഹം പേരൊക്കെ പറയുന്നുണ്ട്, പേര് ശരിയായിട്ട് ഞാൻ ഓർക്കുന്നില്ല, കോൺഗ്രസ് ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിനെ സൂക്ഷിക്കണം. അതായത് വർഗീയ പാർട്ടികളുമായിട്ട് കോൺഗ്രസ് ഒത്തുകൂടുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്ഥാപിത താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ, അതായത് കോൺഗ്രസിനെ വിഴുങ്ങുവാൻ അവരെ അനുവദിക്കാൻ പാടില്ല എന്ന് കോൺഗ്രസിൻ്റെ ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത് സത്യമാണ് എന്ന തരത്തിൽ രമേശ് ചെന്നിത്തല അന്ന് കോഴിക്കോട് വെച്ച് പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ വൈറലാണ്. അപ്പോൾ ആ ഒരു കാരണം, അത്തരം ചില കാരണങ്ങൾ കൊണ്ടാണോ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ നടന്നിട്ടുള്ളത്? ഒരു സംശയവും ഇല്ല കാര്യത്തിൽ, തീർച്ചയായിട്ടും അതെ. കാരണം ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് ലീഗ് ചത്തകുതിരയാണ്. അതിനുശേഷം കേരളത്തിലെ ലീഗിനെ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസ് എടുക്കുന്ന സമയത്ത് കോൺഗ്രസിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റില്ല, കാരണം അവർ പാകിസ്ഥാനിന് വേണ്ടി നിലകൊള്ളവരാണ്, അവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി അവരുടെ കൂടെ കോൺഗ്രസ് കയറിയിരുന്ന് ഭരിച്ചാൽ അത് ഇന്ത്യ മുഴുവൻ തെറ്റായ മെസ്സേജ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് മന്ത്രിസ്ഥാനം വേണ്ട, സ്പീക്കർ സ്ഥാനം മതി എന്നൊക്കെ തീരുമാനിച്ച കോൺഗ്രസ്സാണ്. ആ കാലത്ത് കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ളവർ പറഞ്ഞ കാര്യം തന്നെയാണിത്, അല്ലാതെ നമ്മൾ പറയുന്ന കാര്യമല്ല. അപ്പോൾ അന്ന് ഇത് വിഭാഗീയതയുടെ ഒരു പ്രസ്ഥാനമാണെന്നും ഇന്ത്യ വിരുദ്ധമാണെന്നും പാകിസ്ഥാന് വേണ്ടി നിലകൊണ്ടതാണെന്നും പാകിസ്ഥാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണെന്നും അതിൻ്റെ കൊടിയടയാളത്തിന് അന്നും ഇന്നും വലിയ മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ്റെ ദേശീയ പതാകയും ചന്ദ്രകല ഇടത്തോട്ട് തിരിഞ്ഞിരുന്നാൽ ഇവിടെ വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ നേടിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അതേ മുസ്ലിം ലീഗ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ കൂട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 22 സീറ്റേ ഉള്ളൂ എന്നുള്ളതൊക്കെ ശരി, 63 സീറ്റുള്ള കോൺഗ്രസ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഘടകകക്ഷിയെ പോലെയാണ് പെരുമാറുന്നത്.
ചരിത്രത്തിൽ ഒരു ബിപിൻ ചന്ദ്രയുടെ വളരെ പ്രസിദ്ധനായ ചരിത്രകാരനായ ബിപിൻ ചന്ദ്രയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഈ രീതിയിലൊരു വിഭജനം നടന്നത് എന്നതിനെ പറ്റിയിട്ട്. അതിൻ്റെ ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, കോൺഗ്രസ് പടിപടിയായി ലീഗിനെ കൊണ്ടുവന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ 1937 ദോസ് ഹു ബിലീവ് ഇൻ ഹോളി ഖുറാൻ ആൻഡ് ഇസ്ലാം യു ഷുഡ് വോട്ട് ഫോർ മുസ്ലിം ലീഗ് എന്ന ജിന്നയുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അവർ എത്തിയത്. ആ തരത്തിൽ ചരിത്രം കേരളത്തിൽ വഴിമാറുകയാണോ? ആ തരത്തിൽ ലീഗിനെ പ്രബലമാക്കി മാറ്റിയെടുക്കുകയാണോ? സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടം അല്ലെങ്കിൽ കേരള രൂപീകരണ കാലഘട്ടത്തിന് ശേഷം ഇതുവരെയുള്ള ലീഗിൻ്റെ ചരിത്രത്തിൽ ആ രീതിയിൽ ലീഗിനെയോ അത്തരത്തിലുള്ളൊരു സംസ്കാരത്തെ വളർത്തിയെടുക്കുകയാണോ കോൺഗ്രസ് വീണ്ടും? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞൊരു ഏർപ്പാട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കട്ടിംഗ് സൗത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ അറിയാം, തമിഴ്നാട്ടിൽ ആരാ അധികാരത്തിൽ വന്നത്? ജോസഫ് വിജയ് അധികാരത്തിൽ വന്നു. കേരളത്തിൽ ആരാ അധികാരത്തിൽ വന്നിരിക്കുന്ന വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ ഒരു മുഖംമൂടി മാത്രമാണ്. അധികാരം കൈകാളാൻ പോകുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ അവിടെ ഒരു ജോസഫും ഇവിടെ ഒരു മുസ്ലിമും രണ്ട് സംസ്ഥാനമായല്ലോ. കർണാടകം ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനി ഒന്നോ രണ്ടോ ഈ കോൺഗ്രസിൻ്റെ 1-2 സംസ്ഥാനവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന യാഥാർത്ഥ്യമാക്കാം. വലിയൊരു ലക്ഷ്യമാണുള്ളത്. 2047 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ വിഭജനം വീണ്ടും ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഇസ്ലാമിക തീവ്രവാദികൾക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾക്കുമുണ്ട്. അവരാണ് ഇന്നിപ്പോൾ കേരളത്തിൽ അധികാരത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യം മാത്രമല്ല, വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ആരാ പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് 80 വയസ്സ് കഴിഞ്ഞ ഈ പറഞ്ഞ രീതിയിൽ ഒരു ശക്തമായ പോരാട്ടത്തിനുള്ള ബാല്യം ഇനി അവശേഷിക്കാത്ത പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിൻ്റെ പിന്നിലും ഇസ്ലാമികമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക. അതായത് ഇസ്ലാമിക താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ളൊരു മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ അയാളെ ശല്യം ചെയ്യാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെയും കൂടെ കൊടുക്കാം. അപ്പോൾ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കെ എം ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവാക്കണമെന്നൊരു നിർദ്ദേശം, അതുപോലെ തന്നെ CPIക്ക് പ്രതിപക്ഷ ഉപനേതൃത്വ സ്ഥാനം വേണമെന്നുള്ളൊരു നിർദ്ദേശം നിഷ്കരണം തള്ളിക്കളഞ്ഞു. ഒരു ഉപനേതാവും വേണ്ട, ഞാൻ മാത്രം മതി എന്ന് പിണറായി വിജയനെ കൊണ്ട് പറയിപ്പിച്ചതാരാ? അതും പഠനവിധേയമാക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഈ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയും വി ഡി സതീശൻ്റെ പേരിലുള്ള കോലാഹലവും ഹൈക്കമാൻഡും എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ് ദുർബലനും വിനീത വിധേയനുമായിട്ടുള്ള, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുമ്പിൽ ദുർബലനും വിനീത വിധേയനുമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ കൂടെ കൊടുത്താൽ ആരും പിന്നെ ചോദ്യം ചെയ്യല്ലോ. പക്ഷേ ഇവിടെ BJP ഉണ്ട്. 3 പേരാണെങ്കിൽ 3 പേര് മതി. അപ്പോൾ അത് ത്രിമൂർത്തികളാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത്രയും കരുത്തരായിട്ടുള്ള 3 പേര് ഈ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്തുള്ളത് കൊണ്ട് ഈ ദുർബല പ്രതിപക്ഷം എന്നുള്ളത് BJP പരിഹരിച്ചോളും. സുശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം അവിടെ ഉണ്ടാവും. ഇത് ഇവിടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയവും കൂടി പങ്കിട്ടുകൊണ്ട് ചോദിക്കുകയാണ്. അവിടെ ഈ അടുത്ത സമയത്ത് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു എന്ന് പറയുന്ന അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറയുന്നത് മലേറിയ പോലെയാണ് എന്നൊക്കെ തരത്തിൽ അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈ വീണ്ടും ആവർത്തിക്കുകയുണ്ടായി നിയമസഭയിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് DMKയുടെ ഒക്കെ ഒരു പാരമ്പര്യത്തിന്, DMKയുടെ ഒരു ഹിന്ദു വിരുദ്ധ അജണ്ടയുടെ ഒക്കെ ഭാഗമായിട്ടാണ്. പക്ഷേ അത് ഏറ്റെടുത്തത് മറ്റു പലരും കൂടിയാണ്. VMS മുസ്തഫ എന്ന് പറയുന്ന മധുരൈ സെൻട്രലിൻ്റെ MLA ആയ VMS മുസ്തഫ, അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ, തമിഴ്നാട് മുസ്ലിം ലീഗിൻ്റെ ഒക്കെ തലതൊട്ടപ്പനായിട്ടുള്ള VMS മുസ്തഫ ഇപ്പോൾ TVKയിലാണ്. ഇദ്ദേഹം ഇത് ഏറ്റെടുക്കുകയുണ്ടായി. TVKയുടെ MLA ആയിട്ടുള്ള VMS മുസ്തഫ അത് ഏറ്റെടുക്കുകയുണ്ടായി. ആദവ് അർജുൻ എന്ന് പറയുന്ന TVKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട MLA അത് ഏറ്റെടുക്കുകയുണ്ടായി. അപ്പം ആ ഒരു തരത്തിൽ ഇത് ഏതെങ്കിലും ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാത്രം മാറുന്നില്ല. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ എന്നുള്ള ഒരു തിയോളജിസ്റ്റ് അഹമ്മദ് ഇസ്രാർ എന്ന് പറയുന്ന ആൾ ഇതേ സെയിം ആയിട്ടുള്ള അഭിപ്രായം, ഒരു പോയിസണസ് ആണ് എന്ന തരത്തിലുള്ള അഭിപ്രായമാണ്. അപ്പോൾ ഇതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പല മേഖലകളിലും അതായത് രാജ്യത്തിന് പുറത്തുനിന്നും രാജ്യത്തിൻ്റെ അകത്തുനിന്നും ഇത്തരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന, ഇത്തരം കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നവർക്ക് ഒരേ ശബ്ദമാണ് എന്ന തരത്തിൽ ഇതൊരു ഇൻ്റർനാഷണൽ അജണ്ടയായിട്ട് നമുക്ക് കണക്കാക്കാമോ? അല്ല, കണക്കാക്കുകയൊന്നും വേണ്ട, കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന സംസ്ഥാനത്തിൻ്റെ അതിർത്തി, ജില്ലയുടെ അതിർത്തി, രാജ്യത്തിൻ്റെ അതിർത്തി, ഭൂഖണ്ഡങ്ങളുടെ അതിർത്തി എന്നൊക്കെ പറയുന്നത് അനിസ്ലാമികമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏക ലോകമാണ്. അതായത് ശരിയാ നിയമത്തിൻ്റെ കീഴിൽ, അള്ളാഹുവിൻ്റെ കീഴിൽ ഈ ലോകം മുഴുവൻ ഭരിക്കപ്പെടണം എന്നുള്ള കൺസെപ്റ്റാണ് ഇസ്ലാമിക കൺസെപ്റ്റ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യങ്ങളുടെ അതിരുകളെന്നൊക്കെ പറയുന്ന അനാവശ്യ പരിപാടിയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഇറാനിലോ ഇറാഖിലോ അഫ്ഗാനിസ്ഥാനിലോ എവിടെ തന്നെയാണെങ്കിലും മൊത്തമായും വേണ്ടത് ശരിയാ നിയമം നടപ്പാക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ ശരിയാ നിയമത്തിന് കീഴടങ്ങി ജീവിക്കുന്ന ഒരു കാലഘട്ടം വരെ അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അതാണ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോരാട്ടം നടക്കുമ്പോൾ ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളം പിടിച്ചു, പിന്നെ തമിഴ്നാട് പിടിച്ചു, പിന്നെ കർണാടകം പിടിച്ചു, പിന്നെ അങ്ങനെ ദക്ഷിണേന്ത്യ മൊത്തം പിടിച്ചു കഴിഞ്ഞാൽ ഈ കട്ടിംഗ് സൗത്ത് പൂർണ്ണമായി ഒരു ഇസ്ലാമിക രാഷ്ട്രം ഇവിടെ രൂപീകരിക്കാനായിട്ട് സാധിക്കും. ഇത് അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ വലയിൽ പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ഇന്ന് ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ചിലർക്കെങ്കിലും ഇല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേരളത്തിലെ തന്നെ ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ഫലം വരുമ്പോൾ 102 സീറ്റിലേക്ക് എങ്ങനെയാണ് വന്നത്? ഈ 102 സീറ്റിലേക്ക് കേരളത്തിൽ വന്നതും വിജയ് തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നതും എല്ലാം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൃത്യമായ അജണ്ട ഉണ്ട്, ആസൂത്രണമുണ്ട്. ആദ്യം ദേശീയതയ്ക്കെതിരായിട്ട് നിൽക്കുന്ന, ഹിന്ദുത്വത്തിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഒന്നിച്ചു കൂട്ടുക, എന്നിട്ട് അവരുടെ തോളത്ത് കയറി ഇരുന്നുകൊണ്ട് അധികാരം പിടിക്കുക, എന്നിട്ട് മതമാണ് എല്ലാം എന്ന് പറഞ്ഞ KM ഷാജിയെ പോലെയുള്ളവരെ മന്ത്രിയാക്കുക, അധികാരം അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. നേരത്തെ തുറന്ന് പറഞ്ഞതുപോലെ അതെ, ഞങ്ങൾ വേണമെന്നില്ല, ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ. യെസ്, അതായത് ഇപ്പം വി ഡി സതീശനെ എപ്പോഴും പറയുന്ന ഒരു ആപ്തവാക്യം പോലെ പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് തീവ്രവാദികൾ പിടിമുറുക്കാത്തത്. ഇത് ആടിനെ പട്ടിയാക്കുന്നൊരു പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ PDP ഉണ്ടായത്, ഇവിടെ SDPI ഉണ്ടായത്, ഇവിടെ ഫ്രീഡം പാർട്ടി ഉണ്ടായത്, ഇവിടെ 5 മുസ്ലിം പാർട്ടികൾ ഇപ്പോൾ കേരളത്തിലുണ്ട്, INL ഉണ്ടായത്. അല്ല, ഇവർക്ക് ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തിരുന്നല്ലോ മുസ്ലിം ലീഗ് തന്നെ. SDPI ഒരു മതേതര സംഘടനയാണെന്ന് പറഞ്ഞിരുന്നു. അതെ, അപ്പോൾ SDPI ആണെങ്കിലും PDP ആണെങ്കിലും INL ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും ഇവർക്കെല്ലാം ഒരു മതേതര പരിവേഷം, ജനാധിപത്യ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണ് എന്നുള്ള പരിവേഷം കൊടുത്ത് അവരെയെല്ലാം തള്ളക്കോഴി മുട്ടയിട്ട് അടയിരുന്ന് വിരിയിച്ച് കുഞ്ഞുകോഴികളെ പുറത്തേക്ക് വിടുന്നത് പോലെ മുസ്ലിം ലീഗാണ് ഈ അതിതീവ്രവാദികളെ മുഴുവൻ മുട്ടയിട്ട് അടയിരുന്ന് വിരിയിച്ച് പുറത്തേക്ക് വിട്ടത്. എന്നിട്ട് ഇവിടെ മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് തീവ്രവാദം വളരാത്തത് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ വി ഡി സതീശൻ ഈ തീവ്രവാദികളെ മുഴുവൻ വെള്ളപൂശാണ്. അതിനുവേണ്ടിയുള്ളൊരു തന്ത്രം മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാചകങ്ങൾ. ഇത് കേരളത്തിന് തിരിച്ചറിയണമെങ്കിൽ കുറേ കാലമെടുക്കും. പിന്നെ നമ്മളറിയാം കാശ്മീർ എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്, അതുപോലെ തന്നെ ഉത്തർപ്രദേശ് എന്തായിരുന്നു, ബീഹാർ എന്തായിരുന്നു അവസ്ഥ, ഏറ്റവും അവസാനം ബംഗാൾ. അപ്പോൾ പശ്ചിമ ബംഗാളിലെ 30-33% മുസ്ലിം ആയിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭരണം ഇസ്ലാമികമായിട്ട് കൊണ്ടുപോകാവുന്നൊരവസ്ഥയിലേക്ക് ആദ്യം അവിടെ കോൺഗ്രസ് കീഴടങ്ങി, പിന്നീട് CPM വന്ന് അവർ ഭരിച്ചു, അവർ ഈ പറഞ്ഞ അജണ്ട നടപ്പാക്കി, അതിനുശേഷം മമത 15 കൊല്ലം നടപ്പാക്കി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? സഹികെട്ട് എല്ലാവരും കൂടി മമതയെ വലിച്ചിറങ്ങി, അവിടെ അതിര് കടന്നുപോയി. അതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഇത് വരാൻ പോവുക കേരളത്തിൽ. മമത ഒരു പ്രതികരണമൊക്കെ സ്റ്റേജിൽ വെച്ച് തന്നെ നടത്തിയിരുന്നു. ഇൻഷാ അള്ളാ TMCക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നത്. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കയ്യിലെ കളിപ്പാവകളെ അവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ വളരെ ഭംഗിയായിട്ട് അറിയാം. അത് കോൺഗ്രസിൽ നിന്നാണെങ്കിലും TMC ആണെങ്കിലും CPM ആണെങ്കിലും വേറെ ഏത് പാർട്ടിയാണെങ്കിലും അവർക്കെതിരെ നിൽക്കുന്ന ഒരൊറ്റ പാർട്ടിയുള്ളത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അവർ ശത്രുപക്ഷത്ത് കണ്ടുകൊണ്ട് ബാക്കി എല്ലാവരെയും സ്വന്തം പക്ഷത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ലക്ഷ്യം, അതായത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അവർ അനവരതം നടത്തിക്കൊണ്ടേയിരിക്കും. അതിപ്പം നമുക്ക് എല്ലാ രംഗത്തും നോക്കിയാൽ, ഇപ്പോൾ സിനിമാ മേഖല എടുത്താലും, പത്രമാധ്യമം എടുത്താലും, ദൃശ്യമാധ്യമം എടുത്താലും, അതിന് സാഹിത്യ സാംസ്കാരിക മേഖല എടുത്താലും, ഈ സാഹിത്യ സാംസ്കാരിക നായകന്മാർക്കെല്ലാം അവാർഡും കൊടുത്ത് പണവും കൊടുത്ത് അല്ലെങ്കിൽ മന്തിയും ബിരിയാണിയും എല്ലാം കൊടുത്ത് ഇവരെ ഗൾഫിൽ കൊണ്ടുപോയി ആദരിച്ച് അവാർഡും കൂടെ കൊടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്കാർക്കും മിണ്ടാൻ മേല, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ മിണ്ടാൻ മേല. ഇവർക്ക് വസ്തുത അറിയാത്തതുകൊണ്ടല്ല, അതാണ് വസ്തുത. കേരളത്തിലൊരു പ്രമുഖ ചരിത്രകാരൻ തന്നെ ഈ കാര്യം എന്നൊരു രഹസ്യമായൊരു ഫോൺ സംഭാഷണത്തിൻ്റെ പറയുകയുണ്ടായി. അപ്പം ഈ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ പുറത്തേക്ക് കൊണ്ട് യാത്രകളൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ട് അവർ സദാ ഫണ്ടിങ് നടത്തുന്നു എന്നതിനെ പറ്റിയിട്ട്, അതുകൊണ്ടാണ് ഇവരുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് ചോദിക്കും, ഇത്തരം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും മറ്റു പല ഘടകങ്ങളെയും നേരിട്ട് വേണം 2031 BJPക്ക് മത്സരിക്കേണ്ടത്. 2031 കേരളത്തിൽ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ വളരെ പ്രബലമായൊരു കക്ഷിയായിട്ട് BJP മാറും എന്നതാണ് ഇപ്പോൾ നമ്മൾ സംസ്ഥാന നേതാക്കൾ BJPയുടെ പൊതുവിലുള്ള അഭിപ്രായം. അത് എങ്ങനെയാണ് ഇവർക്കിടയിൽ അത് നമുക്ക് ഇതൊരു വെല്ലുവിളിയാകുമോ? അല്ല, ഇതിനു വേണ്ടി നമ്മളിനി പ്രത്യേകിച്ചൊന്നും ശ്രമിക്കേണ്ടതില്ല. ഇപ്പം എങ്ങനെയാണ് പശ്ചിമ ബംഗാളിൽ 15 വർഷം കൊണ്ട് ഭരണം പിടിച്ചത്? അത്രയും വേണ്ടി വരികയല്ല കേരളത്തിൽ. എനിക്ക് തോന്നുന്നത് അടുത്ത ഇലക്ഷൻ 5 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഇവിടുത്തെ നിയമസഭാ ഇലക്ഷനിൽ BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം NDA മുന്നണി കേരളത്തിൻ്റെ ഭരണം പിടിക്കും. എൻ്റെ കാരണം
ഇപ്പോൾ തന്നെ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ 80-20% ഇപ്പോൾ ഈ റേഷ്യോയിലാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. കാരണം മൊത്തം മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളുടെ 80% മുസ്ലിമിന്, ബാക്കി 20% ക്രിസ്ത്യൻ, ബുദ്ധൻ, ജൈനൻ എല്ലാവരും കൂടെ വേണം വീതിച്ചോണം. ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ക്രൈസ്തവർക്ക് ഈ കൂടെ നിന്നാൽ അപകടമാണെന്നും ഒരു തോന്നലുണ്ട്. ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് ഈ മന്ത്രിസഭയുടെ കീഴിൽ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രൈസ്തവരും മറ്റുള്ളവരും തഴയപ്പെടുകയും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുസ്ലിം സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വേറെ ഗത്യന്തരമില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള, കേരളത്തെക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ പെർസെൻറ്റേജ് ജനസംഖ്യയുള്ള 5 സംസ്ഥാനങ്ങളുണ്ട്. അവിടെ 5ഇടത്തും ഭരിക്കുന്നത് BJP ആണ്. അവിടെയൊക്കെ 92%, 88%, 87%, 75%, അതായത് മിസോറാമിലാണെങ്കിലും നാഗാലാൻഡിലാണെങ്കിലും അരുണാചൽ പ്രദേശിലാണെങ്കിലും അതുപോലെ തന്നെ ഗോവയിലാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ BJP മുഖ്യമന്ത്രിമാരും NDAയുടെ മുഖ്യമന്ത്രിമാരും ഭരിക്കുന്നു. ഇനി അതുപോട്ടെ, കേരളത്തിൽ അകത്തും പുറത്തുമുള്ള ഇന്ത്യ മുന്നണി, അതായത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരള കോൺഗ്രസ്, ഇവരെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര ക്രിസ്ത്യൻ MLA-മാരുണ്ടെന്നറിയാമോ? 34. എന്നാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ BJPയുടെ മുന്നണിക്കകത്ത് ക്രിസ്ത്യൻ MLA-മാരുടെ എണ്ണം 234. 200 എണ്ണത്തിൻ്റെ വ്യത്യാസമാണ്. 2 ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ BJP സഖ്യത്തിലാണുള്ളത്. അപ്പം ആ ഒരു രീതി വെച്ച് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. കേരളത്തിന് പുറത്തുള്ള ക്രിസ്ത്യാനിക്ക് നേരം വെളുത്തു. അവരൊക്കെ BJPക്ക് വോട്ട് ചെയ്തു. അവരൊക്കെ BJP ഭരണത്തിൻ്റെ കീഴിൽ അബദ്ധത്തിലൊന്നുമല്ല 1, 2, 3 തവണ തുടർച്ചയായി BJP മുഖ്യമന്ത്രിമാരെ അധികാരത്തിലേറ്റുന്നു. പക്ഷേ കേരളത്തിലെ ക്രൈസ്തവർക്ക് ഇനി ഇപ്പോൾ ഇവരുടെ അടിയും കൂടെ കിട്ടിയാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എന്ന് വന്നാൽ വളരെ കഷ്ടമാണ്. പാലയിലുള്ള അനുഭവം വീണ്ടും വരണം. അതാണ്, അത്ര ദയനീയമാണ് അവസ്ഥ. അതുകൊണ്ട് ഇത്തവണ BJPക്കെതിരെ വോട്ട് ചെയ്ത, BJPക്ക് അനുകൂലമായിട്ട് ധാരാളം ക്രൈസ്തവർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പാലക്കാരനാണ്. പാലായിൽ തന്നെ ഇത്തവണ BJPക്ക് 250% വോട്ട് വർദ്ധിച്ചത്. കഴിഞ്ഞ തവണ 10,600 വോട്ടുണ്ടായിരുന്നു, ഇത്തവണ 35,000-ന് മുകളിലായി. അതായത് ഒരു 10,000-ലേറെ ക്രൈസ്തവർ പാലാ അസംബ്ലി മണ്ഡലത്തിൽ തന്നെ വോട്ട് മാറി ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരെ കേരള കോൺഗ്രസുകൾക്ക് ചെയ്തിരുന്ന, കോൺഗ്രസ്സിന് ചെയ്തിരുന്ന, CPM-ന് ചെയ്തിരുന്ന ക്രൈസ്തവർ ഇപ്പോൾ BJPക്ക് ചെയ്തു എന്നുള്ളത്. പൂഞ്ഞാറിൽ അതുപോലെ തന്നെയാണ്. കേരളം മുഴുവൻ എടുത്ത് നോക്കിയാൽ ക്രൈസ്തവ വോട്ടുകൾ ഒരു ചെറിയ വിഭാഗം, വലിയ വിഭാഗം എന്ന് പറയുന്നില്ല, ചെറിയ വിഭാഗം BJPയിലേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. മധ്യകേരളത്തിലെ ഒരു പ്രബല പാർട്ടി, ഇപ്പോൾ ഇടതുപക്ഷത്തിലുള്ള ഒരു പ്രബല മുന്നണി, 10-50 കൊല്ലത്തോളം പാല അടക്കി ഭരിച്ച, അല്ലെങ്കിൽ മധ്യ കേരളം അടക്കി ഭരിച്ചിരുന്ന ഒരു പ്രബല മുന്നണി BJPയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. അതിലെന്തെങ്കിലും? അല്ല, BJPയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം അണികൾക്കുണ്ട്. നേതാക്കൾക്കാണ് ഭയം. അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാനുണ്ട്. അവർക്ക് വീട് നഷ്ടപ്പെടാനുണ്ട്, അവർക്ക് കട നഷ്ടപ്പെടാനുണ്ട്, ബിസിനസ്, കൃഷി, കുട്ടികളെ നഷ്ടപ്പെടാനുണ്ട്. ലവ് ജിഹാദ് ബിഷപ്പ് തന്നെ പറഞ്ഞ കാര്യമല്ല. അപ്പോൾ കുട്ടികളെ നഷ്ടപ്പെടാനുണ്ട്, അടുത്ത തലമുറ നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ളവർക്ക് രക്ഷ വേണമെങ്കിൽ BJPയുടെ കൂടെ കൂടണമെന്ന് അറിയാം. പക്ഷെ മേലധ്യക്ഷന്മാർക്കും പാർട്ടി നേതാക്കന്മാർക്കും അതങ്ങ് തുറന്ന് സമ്മതിക്കാറായിട്ടില്ല എന്ന് മാത്രം. എന്നാലും ഈ 2031-നകത്ത് തന്നെ അതും സംഭവിക്കും എന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും സംഭവിക്കേണ്ടി വരും. കാരണം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അറിയുന്നതനുസരിച്ച് പാലാ സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ കീഴിൽ പാലാ മുനിസിപ്പാലിറ്റിക്കും ചുറ്റുമുള്ള പഞ്ചായത്തുകളിലുമായിട്ട് 1000-ലധികം ക്രൈസ്തവ വീടുകൾ, കടകൾ, കെട്ടിടങ്ങൾ, സ്ഥലങ്ങൾ എന്നിവ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 1000-ലധികം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. മേടിച്ചത് മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ പാലായെ ഇസ്ലാം വിഴുങ്ങുകയാണ്. ഇതിനകത്ത് എന്താ ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ എവിടെ സ്ഥലം മേടിക്കാൻ വേണ്ടി എന്നൊക്കെ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. സംഘടിതമായ ഒരു നീക്കം. പക്ഷേ ഇതൊരു വലിയ നീക്കമാണ്. ആ നീക്കത്തിലൂടെ പാലാ ക്രൈസ്തവരുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും ഉൽപ്പാദിപ്പിക്കുന്ന രൂപതയാണ് പാലാ രൂപത. ആ രൂപതയാണ് അലിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും അറിയുകയും ചെയ്യുന്ന ക്രൈസ്തവരാണ് 10,000-ലധികം പേര് ഷോൺ ജോർജിന് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തത്. കേരളം മാറുകയാണ്, ക്രൈസ്തവർ തിരുവല്ലയിലും. അപ്പോൾ കേരളവും ക്രൈസ്തവരും ഒക്കെ മാറുകയാണ് എന്നുള്ളതിൻ്റെ സൂചനയുണ്ട്. അതുകൊണ്ട് 2047 ഒരു ഇസ്ലാമിക ഭരണം, ഇസ്ലാമിക സ്റ്റേറ്റ് എന്നുള്ള ലക്ഷ്യം വിജയിക്കാൻ പോകുന്നില്ല. എന്തായാലും തീർച്ചയായിട്ടും BJPയുടെ 3 MLA-മാർ ഇപ്പോൾ കേരളത്തിലുണ്ട്.
ദേശീയതയ്ക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുവികാരത്തിനെതിരെയൊക്കെ അല്ലെങ്കിൽ കേരളത്തെ അപകടകരമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എതിർക്കാൻ വേണ്ടിയിട്ട് MLA അവരുണ്ട്. അതിലൂടെ 2031 എന്തായാലും BJPക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരി.